ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടൊരു തോരനാണ്. ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ബീട്രൂട്ട് കറിയിൽ ഒരു 5 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 3-4 ഇല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് നമുക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു സ്പൂണ് ആ ഒരു കണക്കിൽ ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണാണ് കടുക് എടുക്കുന്നത്. അത് പൊട്ടിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഞാനൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ വറുത്തെടുക്കാം. ജീരകവും ഞാനിടുകയാണ്. ഇനി അതും കൂടെ ഒന്ന് റെഡി ആവട്ടെ. ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. തീ ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചേക്കാം. ഇനി അതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ. കാരണം നമ്മൾ 3 പച്ചമുളകാണ് നേരത്തെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടിപ്പോവും. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ട് വരും. അതിന് മുൻപായിട്ട് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നാലേ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഉപ്പ് നമ്മൾ ആവശ്യത്തിനാണ് ഇടേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേവാകുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില റെഡി ആയതുകൊണ്ട് നന്നായിട്ട് സ്പൂണിലൊക്കെ വരുന്നുണ്ട്. റെഡി ആയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ടേസ്റ്റ് ആയിട്ട് വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം. അപ്പോൾ ഇത്രയും സമയം ഈ ചാനൽ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒത്തിരി താങ്ക്സ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, താങ്ക് യു.